ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ കുറേ ദിവസം എനിക്കൊന്നൊരു 4-5 ആഴ്ചകളായി നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അതിൻ്റെ ഇടയ്ക്ക് അപ്പൂപ്പന് തീരെ വയ്യാണ്ട് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന ആ ഒരു തിരക്കൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയില്ല. പിന്നെ എല്ലാവരും അറിഞ്ഞു കാണും അപ്പൂപ്പൻ പോയി. അപ്പം അതിൻ്റെയൊക്കെ ആ ഒരു തീരുന്നതുകൊണ്ടാണ് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാതായത്. അങ്ങനെ അടക്കവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ 16 കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. കാരണം ചടങ്ങ് ചെയ്തത് ഉണ്ണിയണ്ണ, ചാച്ച മരിച്ചു പോയതുകൊണ്ട് ചടങ്ങൊക്കെ ചെയ്തത് ഉണ്ണിയണ്ണാണ്. അപ്പം 16 പേലെ അങ്ങനെ പേലെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിവിടെ തന്നെ കാണും. അപ്പം ഞാനും അമ്മൂമ്മയും അപ്പൂപ്പ എപ്പോഴും അപ്പൂപ്പൻ എന്നാണ് വഴിയിൽ വരുന്നത്. അമ്മൂമ്മയും ഇപ്പാപ്പനും, അമ്മൂമ്മച്ചി ഇപ്പാപ്പൻ, ഞാനും ഉണ്ണിയണ്ണ ഉണ്ണിമോള് ഒക്കെ ഉണ്ട്. ബാക്കി എല്ലാവരും അങ്ങ് പോയി. ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും അങ്ങ് പോയി. അപ്പം ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാണെന്നുള്ള ഒരു വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം നേരത്തേക്ക് അപ്പൂപ്പൻ വലിയ സന്തോഷം ഉണ്ടാവില്ല, അപ്പൂപ്പനെ വിളിക്കുക ഓടി വരെയൊക്കെ. നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയായിരിക്കും, നമ്മൾ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൂപ്പനെ കാണാൻ വരുന്ന എടുക്കുന്നത് നിങ്ങൾക്ക്. അപ്പം എന്തെങ്കിലും കൊണ്ടെങ്കിൽ വിളിച്ച് പറയുമ്പോൾ പുള്ളിക്കാരൻ അങ്ങ് വാ, ഞാൻ ചിക്കൻ വാങ്ങാം, അത് വാങ്ങി ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു. അപ്പം അപ്പൂപ്പൻ പോയപ്പം സങ്കടമൊക്കെ ഉണ്ട്, അമ്മൂമ്മച്ചി ഒറ്റയ്ക്കായി പോകുമെന്നുള്ള ആ ഒരിതും. അപ്പം ഇനി 16 കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങ് പോകും. അതുവരെ ഇവിടെ തന്നെ കാണും. കുഞ്ഞമ്മയും കുഞ്ഞമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞമ്മയ്ക്ക് വായനയ്ക്കൊക്കെ പോകുന്നതുകൊണ്ട് അവർ അർജന്റായിട്ട് അവിടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞമ്മ വായനയ്ക്ക് വേണ്ടി ഇന്നലെ പോയി. ഇന്നലെ വൈകിട്ടാണ് കുഞ്ഞമ്മ പോയത്. അപ്പം 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞമ്മ വരും. നമ്മൾ 5-ന്റെ അന്നാണ് അസ്ഥി എടുക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് എല്ലാവരും ഇങ്ങ് വരും. പോകുന്നില്ലേ പുറത്തോട്ട്? പോവാനൊക്കെ ഉണ്ട്. അന്നേരം വണ്ടി കൊണ്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. എന്തിനാ? ഞാൻ പോയിട്ടൊന്ന് മുടിയൊക്കെ ഒന്ന് വെട്ടി താടിയൊക്കെ ഒന്ന് ഷേപ്പ്. ഒത്തിരി പേര് വരുന്നില്ലേ. ഇനിയിപ്പോ താടിയൊക്കെ വെട്ടി സെറ്റായിട്ട് വരണമല്ലേ? പോയിട്ട് വരാം. ഉണ്ണിയണ്ണ ഇനി റോട്ടിലൊന്നും പോയി കടയിലൊക്കെ പോയി ഇനി വെയിറ്റ് ചെയ്ത് താടിയൊക്കെ വെട്ടിട്ട് ഇനി എപ്പോഴാണ് വരുന്നത്? എൻ്റെ ഒരു സാധനമുണ്ട്. എന്ത്? ട്രിമ്മർ വാങ്ങിയാ? ഇതെപ്പോ വാങ്ങിയത്? ഇത് ഉണ്ണിയന്റെ ഇരുന്നത് തന്നെ. മറ്റേത് നമ്മള് ഒത്തിരി നാള് യൂസ് ചെയ്തില്ലേ? ഇത് ഉണ്ണിയന്റെ ഇരുന്ന ബ്രാൻഡ് തന്നെ, അഗാരോന്റെ. ഇത് സൂപ്പറാ. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ, ഇത് ചെറിയ പോക്കറ്റ് വെച്ചിട്ടുണ്ടോ. നമ്മൾ എവിടെയെങ്കിലൊക്കെ ട്രിപ്പ് പോവാണെങ്കിൽ ഇതിന്റെ യൂസ് ഭയങ്കരമാണ്. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ സാധനം. ഇതാണ് അഗാരോന്റെ മെൻസ് ഡ്രിമ്മർ മോഡൽ MT7007. ഈ ഒരു ഡ്രിമ്മർ ട്രാവൽ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഡെയിലി യൂസിനും വളരെ കംഫർട്ടബിൾ ആണ്. ഏകദേശം 1.5 മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 60 മിനിറ്റോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. Type-C ചാർജറാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പവർ ബാങ്കിലും കുത്തിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സെൽഫ് ഷാർപ്പിംഗ് ടീ ബ്ലേഡ്സും ഉണ്ട്. അതെ ഗൈസ്, ഇതിനകത്ത് ഹൈ ക്വാളിറ്റി സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ബ്ലേഡുകളെല്ലാം വളരെ നീണ്ട കാലം വരെ നിലനിൽക്കും. വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ ഇത് ഉപയോഗിക്കാനും പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഈ ബോക്സിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസും ഉണ്ട്. പ്രൊട്ടക്റ്റീവ് ക്യാപ്പും സ്കിൻ സേഫ് ടെക്നോളജിയും ഉണ്ട്. കൂടാതെ നമ്മുടെ താടിക്ക് അനുസരിച്ച് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള 2 ബ്ലേഡ് എക്സ്ട്രായും ഉണ്ട്. എൻ്റെ ഉണ്ണിയണ്ണ നല്ല ഹെയർ ഗ്രോത്ത് ഉള്ളതുകൊണ്ട് തന്നെ മാസത്തിൽ 3-4 തവണ ഷോപ്പിൽ പോവാറുണ്ട് കേട്ടോ. ആ ഒരു പകുതി പൈസ പോലും വേണ്ട ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ. അതുപോലെ തന്നെ അഗാരോന്റെ ഈ ഡ്രിമ്മർ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴും വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന പ്രൊഡക്റ്റും കൂടെയാണ്. ഇതിൽ ചാർജിങ് LED ഇൻഡിക്കേറ്റർ ഉള്ളത് കൊണ്ട് തന്നെ ചാർജിങ് ആവുന്നത് നമുക്ക് എളുപ്പത്തിൽ തന്നെ മനസ്സിലാകും. ഇതിന്റെ ഉപയോഗം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലാകും. ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ണിയണ്ണ നേരത്തെ യൂസ് ചെയ്തതാട്ടോ. ഉണ്ണിയന്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതിനു ശേഷമാണ് ഞാനിപ്പോൾ ഇത് പുതിയ ഒരെണ്ണം വാങ്ങിച്ചു കൊടുത്തത്. അതിൻ്റെത് സന്തോഷം ഉണ്ണിയണ്ണ ഉണ്ട്, അത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അങ്ങനെ ഗൈസ്, ഈ പ്രൊഡക്റ്റിന്റെ ഒരു റിസൾട്ട് ആണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളി. അങ്ങനെ അകാരം കൊണ്ട് നമ്മുടെ ചെലവ് വെച്ചിട്ടേ നമ്മളല്ലേ കടയിലൊക്കെ പോയി എന്തോരം പൈസ കളയുന്നത്. ഇതുപോലെ സത്യത്തിൽ ഇതുപോലെ ഒരു ഡ്രിമ്മർ, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡ്രിമ്മർ യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ ഇതിന്റെ യൂസ്ഫുൾ എത്രത്തോളം ഉണ്ടെന്ന്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ടാഗ് ചെയ്തേക്കാം. അപ്പോൾ വേഗം എല്ലാവരും പോയി പർച്ചേസ് ചെയ്തു. ഹസ്ബൻഡിനും ഫ്രണ്ടിനും കസിൻസിനും ഒക്കെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ അടിപൊളി ഒരു പ്രൊഡക്റ്റ് ആട്ടോ. എല്ലാം തൂക്കിയിട്ട് അത് അടക്കിയേക്കുന്നുണ്ട് അവിടെ ആയിട്ടാണേ ഈ ഓലയൊക്കെ വെച്ചേക്കുന്നത്. അത് 5-ന്റെ അന്ന് അസ്ഥി എടുക്കാം, നേരത്തെ അതിനി തുറക്കത്തുള്ളൂ കേട്ടോ. അതിൻ്റെ അടിയിൽ ആണ് നമ്മൾ കത്തിക്കുക ചെയ്ത്. ഇത് ചാച്ചന്, ഈ തെങ്ങ് നിൽക്കുന്നതാണ് ചാച്ചനെ അടക്കിയേക്കുന്നത്. ചാച്ചനെ അടക്കിയേക്കുന്നത് തൊട്ട് സൈഡിലോട്ടാണ് അപ്പൂപ്പനെ അടക്കിയേക്കുന്നത്. ഇവിടെ എല്ലാം വൃത്തിയാക്കുന്നത് അപ്പൂപ്പനായിരുന്നു. അതുകൊണ്ട് ഇവിടെ എല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരുന്നത്. ഇതെല്ലാം അപ്പൂപ്പൻ പറക്കി വെച്ചേക്കുന്നത്. ഇതെല്ലാം ഇത് നമ്മൾ കിണർ കെട്ടിയിട്ടില്ല കേട്ടോ. അവിടെ ആ കിണർ കെട്ടിയിട്ടില്ല, ഇങ്ങനെ ഷീറ്റ് ഇട്ടിട്ടേ ഉള്ളൂ, കെട്ടിയിട്ടില്ല. അപ്പോൾ അത് കെട്ടാൻ വേണ്ടി പൈസ കിട്ടുമ്പോൾ ഇങ്ങനെ വാങ്ങിച്ച് വെച്ചേക്കുന്നതിന് ഈ പാറപ്പൊടിയൊക്കെ. ഇതെല്ലാം അപ്പൂപ്പൻ വാങ്ങിച്ച് വെച്ചേക്കുന്ന പാറപ്പൊടിയാണ്. പിന്നെ അവിടെ ആ തടിയെല്ലാം അപ്പൂപ്പൻ കൊണ്ടുവച്ചേക്കുന്നത്. ഈ തടിയും എല്ലാം അപ്പൂപ്പൻ വെച്ചേക്കുന്ന കേട്ടോ. അപ്പൂപ്പൻ അവിടെ നിന്ന് ഇവിടെ നിന്ന് എല്ലാം പറക്കി കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചേക്കുന്നത്. ആവശ്യമുള്ളപ്പോൾ എടുക്കും. ഇതെല്ലാം അപ്പൂപ്പൻ പറക്കി വെച്ചേക്കുന്നത്.
സത്യത്തിൽ ജോലിയൊന്നും ചെയ്യാൻ ഒരു മടിയും ഇല്ലാത്ത ആളാണ്. എല്ലാ ജോലിയും ചെയ്യും. ഞങ്ങൾ ലാസ്റ്റായിട്ട് അപ്പനായിട്ടുള്ള വ്ളോഗ് ഇട്ടേക്കുന്നത് ഈ ക്രിസ്മസ് സമയത്ത് അപ്പൻ്റെ അടുത്ത് വന്നതായിട്ടാണ്. ഉണ്ണിമോളെ അകത്ത് ക്രിസ്മസ് അപ്പോൾ ആഘോഷിച്ച് ഞങ്ങൾ പുന്നല വീട്ടിൽ ആഘോഷിച്ചു. അതാണ് അവസാനത്തെ വ്ളോഗ് ഞങ്ങൾ ഇട്ടിരുന്നത്. അപ്പോഴും ഞാൻ പറഞ്ഞിരുന്നത് അത്രത്തോളം വയ്യാത്ത ആളാണ് ആ ഇറങ്ങി നടന്നത്. ആ നടന്നതും എടുത്തതെല്ലാം ആ വയ്യാത്ത ആളാണ്. അപ്പോൾ പെട്ടെന്നാണ് അപ്പൂപ്പൻ മരിച്ചത്. അപ്പൂപ്പന് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് വയ്യാണ്ടായി മരിക്കുമെന്ന് ഞങ്ങൾ ഒട്ടും വിചാരിച്ചില്ല. കാരണം നെഞ്ചിൽ നിന്ന് താഴോട്ട് പഴുപ്പ് സ്പ്രെഡായെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ICUലായിരുന്നു ഒരാഴ്ചത്തോളം ICUലായിരുന്നു. ഞങ്ങളപ്പോൾ ചോറൊക്കെ കെട്ടി, നമുക്ക് നിൽക്കാൻ പറ്റത്തില്ലല്ലോ കുഞ്ഞുള്ളതുകൊണ്ട്, അപ്പോൾ ചോറൊക്കെ കെട്ടി കൊണ്ടുപോകായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് അപ്പൂപ്പൻ മരിച്ചെന്നുള്ള കാര്യം അറിയുന്നത്. ഞങ്ങളത് ചോറ് കെട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പൂപ്പൻ മരിച്ചെന്നിങ്ങനെ പറഞ്ഞത്. ഞങ്ങൾക്കൊരു വലിയ തൂണാണ് പോയത്. അപ്പോൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഞാൻ പ്രഗ്നൻ്റായ ടൈമിൽ ഇവിടെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഛർദിൽ കോരിയതും എനിക്ക് ഓരോന്ന് വേണമെന്ന് പറയുമ്പോൾ വാങ്ങിക്കൊണ്ട് തരുന്നതൊക്കെ അപ്പൂപ്പനായിരുന്നു. പക്ഷെ അപ്പൂപ്പൻ അപ്പോഴും ഈ ഒരു ക്യാൻസർ ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഇതാട്ടോ ഞങ്ങളുടെ ഇപ്പാപ്പ ഉള്ളതുകൊണ്ട് ഉണ്ണിമോളെ നോക്കിക്കോളും. അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പാപ്പൻ്റെ അടുത്താകുമ്പോൾ അവൾ ഇരിക്കുകയും ചെയ്യും. ഇപ്പാപ്പ എടുത്തോണ്ട് കിടക്കുന്ന ആൾക്ക് വലിയ ഇഷ്ടമാട്ടോ. 100% സ്പ്രെഡായി എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കോട്ടയത്ത് ഈ ഒരു സെറ്റിയിലാട്ടോ അപ്പൂപ്പൻ കിടക്കുന്ന. അപ്പൂപ്പൻ ഈ സെറ്റി കിടന്നില്ലെങ്കിൽ ഉറക്കം വരത്തേയേ ഇല്ല. അതുകൊണ്ട് റൂമിലൊന്നും കിടക്കത്തേയില്ല. പറ്റത്തില്ല, കുറച്ച് ക്രിട്ടിക്കലാന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ ഇത്രയും പെട്ടെന്ന് പോകുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, ആള് സംസാരിക്കുമായിരുന്നു. പക്ഷെ പെട്ടെന്നാണ് ഇതേപോലെ പറഞ്ഞത്. ആള് കണ്ണടച്ചു, ഒന്നും മിണ്ടുന്നില്ല. ഓക്കെയാണ്, റെസ്പോണ്ട് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞത്. അപ്പോൾ പിറ്റേന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആള് മരിക്കുകയും ചെയ്തു. അപ്പം ഞങ്ങൾ ഒട്ടും വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് അപ്പൂപ്പൻ പോകും. ഞങ്ങൾ ഉറങ്ങിണീറ്റോണ്ടാണെന്ന് തോന്നുന്നു. ഉണ്ണിമൂക്കും ചെറിയ വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. കാരണം എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോഴായാലും ഉണ്ണിയണം വിളിച്ച് പറയുമ്പോഴായാലും അപ്പൂപ്പൻ പറയും, ആ ഉണ്ണിക്കുട്ടനല്ലേ അവനോട് ഇങ്ങ് വരാൻ പറ എന്നൊക്കെ, അങ്ങനെ ഒരു പറച്ചിലും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഇനി നമുക്ക് ഇനി അങ്ങനെ വിളിച്ച് പറയാനോ എടുക്കാനോ ഒന്നും ആരും ഇല്ലെന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എനിക്കെന്തോ പറയണമെന്ന് അറിയത്തില്ല. നേരത്തെ ഞങ്ങളെ വീഡിയോ ഒക്കെ കാണുന്നവർക്ക് അറിയാം, നേരത്തെ ഉണ്ണിമോള് ക്യാമറയെ നോക്കി ചിരിക്കത്തേ ഇല്ലായിരുന്നു. ഭയങ്കര പാടായിരുന്നു, കഷ്ടപ്പെട്ടാലും ചിരിപ്പിക്കുന്നത്. ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉണ്ണിയെണ്ണം വന്നു. ഉണ്ണിയെണ്ണം വന്നപ്പം ശരിക്കും പാപ്പും മുട്ടായി ഒക്കെ കൊണ്ടുവന്നു കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കെല്ലാം വന്ന് നിൽക്കും. ആളും അങ്ങോട്ട് ഓക്കെ ആയിട്ടില്ല. ആൾക്കും ഭയങ്കര സങ്കടമൊക്കെയാണ്. അതങ്ങനെയാണല്ലോ. അപ്പം ഞങ്ങൾക്ക് ഉണ്ണിമോളെ കാണിച്ചിട്ട് ഇത് സംസാരിച്ചിരുന്ന് നമുക്കിനി വിഷമിക്കാതെ എപ്പോഴും ഇത് തന്നെ ആലോചിച്ചിരുന്നിട്ട് തലവേദന എടുക്കുക. അപ്പോൾ നമുക്ക് ഇനി ഉണ്ണിമോളെ കാണാം. അങ്ങനെ ഉണ്ണിമോളും അമ്മൂമ്മച്ചിയും കിടന്ന് ഹാളിൽ കിടന്ന് കളിക്കുക കേട്ടോ. അപ്പോൾ ഉണ്ണിമോക്ക് ഇവിടെ വന്ന സമയം പോകുന്നത് അറിയത്തേ ഇല്ല. അമ്മൂമ്മച്ചി ഉണ്ടല്ലോ. അപ്പോൾ അവരെല്ലാം കിടന്നുറങ്ങണം. അപ്പം ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചില്ല, 2:30 അപ്പോൾ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഇനി നമുക്ക് ചോറ് കഴിക്കാം. ഞാൻ കഴിച്ച് തീർന്നത് ഉണ്ണിമോൾ എണീറ്റത് ഒരേ ടൈമിങ്ങിലായിരുന്നു കേട്ടോ. അപ്പോൾ എണീറ്റപ്പോൾ തന്നെ ആൾക്ക് വിശപ്പ് കാണുമെന്ന് വിചാരിച്ചിട്ട് ആഹാരമൊക്കെ കൊടുത്തു കേട്ടോ. ഇപ്പം അമ്മൂമ്മച്ചിയൂടെ ഉള്ളതുകൊണ്ട് ആഹാരമൊക്കെ കളിച്ചും ചിരിച്ചിരുന്നങ്ങ് കഴിച്ചോളും. പിന്നെ ഉണ്ണിമോളുടെ ആഹാരക്കുടുപ്പൊക്കെ കഴിഞ്ഞിട്ട് അമ്മൂമ്മച്ചി നേരെ മുറ്റത്തോട്ട് ഇറങ്ങി കേട്ടോ. കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മൂമ്മച്ചി ആ തുണിയും കാര്യങ്ങളൊക്കെ എടുത്ത് മടക്കുന്ന സമയം കൊണ്ട് ഞാൻ ഉണ്ണിമോളെ കുളിപ്പിച്ച് നല്ല കുട്ടപ്പിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ട് ഉണ്ണിമോളുടെ ഉള്ള സന്തോഷവും ചിരിയും ഒക്കെയാണ് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുളിച്ചിട്ടൊക്കെ വന്ന് കിടക്കുവാണ് ഗൈസ്. ഹായ് പറ, ഒന്ന് ചിരിച്ച് കാണിച്ചേ. വയറൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണിമോക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതൊക്കെ കണ്ടിരിക്കുന്നത് ഒരു സന്തോഷമാട്ടോ. ഇനി ഈ ചിരിയും കളിയൊക്കെ നീളം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ ഞങ്ങളുടെ ഒരു ചെറിയ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ അടുത്ത